എനിക്കിത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ ആശങ്ക എത്രയാകും? പറയുന്നത് ദുഷ്യന്തവയാണ്. വിങ്ങിപ്പൊട്ടിയ ആ അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിം ആരാധനാലയങ്ങളിലെല്ലാം ഹിന്ദുത്വവാദികൾ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ നിലവിൽ അജ്മീരിലും സംഭലിലും എത്തി നിൽക്കുന്നു. സംഭൽ സംഘർഷത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇത്തരമൊരു സാമുദായിക സംഘർഷാവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന DY ചന്ദ്രചൂഡ് 2022 മേയിൽ ജ്ഞാൻവാപ്പി പള്ളിയിൽ സർവേ അനുവദിച്ച് നടത്തിയ വിധി പ്രസ്താവമാണെന്നും ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകൻ കരൺ ഥാപ്പറുമായുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കുകയായിരുന്നു പ്രശസ്ത അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതി ബാർ അസോസിയേഷൻ മുൻ അധ്യക്ഷനുമായ ദുഷ്യന്തവെ. കരൺ ഥാപ്പർ ചോദിക്കുന്നു, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട പല പള്ളികളിലും സർവേ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതുതായി സംഭലിലും അജ്മീരിലും ഇത്തരമൊരു സർവേ വേണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മുൻപും വിവിധ പള്ളികളുടെ കാര്യത്തിൽ സമാനമായ ഹർജികൾ ഉണ്ടായിട്ടുണ്ട്. ഇത് തീ കൊണ്ട് കളിക്കുന്നതിന് തുല്യമാണെന്ന് മാത്രമല്ല, ഇത്തരമൊരു ശോചനീയ സാഹചര്യത്തിലേക്ക് നമ്മെ എത്തിച്ചത് 2022 മേയിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ജ്ഞാൻവാപ്പി വിധിയാണെന്നും താങ്കൾ വിശ്വസിക്കുന്നു. ഇന്ന് രാജ്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഈ സാഹചര്യത്തിന് ഉത്തരവാദി അദ്ദേഹമാണെന്ന് കരുതാനുള്ള കാരണം എന്താണ് എന്ന് വിശദീകരിക്കാമോ? ദുഷ്യന്തവെ അതിന് ഉത്തരം നൽകി. വളരെ ഗുരുതരമായ സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. 1991 ആരാധനാലയ നിയമപ്രകാരം കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ് ഇന്നീ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അയോധ്യ രാമജന്മഭൂമി കേസിൽ വിധി പറഞ്ഞ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് ഈ നിയമത്തിൻ്റെ 2 വശങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട്. അതിലൊന്ന് 1947 ഓഗസ്റ്റ് തൊട്ട് ഏതൊരു ആരാധനാലയവും ഏത് സ്വഭാവത്തിലുള്ളതാണോ അതിന് പ്രകാരം തന്നെ തുടരണമെന്ന് വ്യക്തമാക്കുന്നതാണ്. അഥവാ ഈ ആരാധനാലയങ്ങളെ യാതൊരു വിധത്തിലും ഇത്തരം നടപടികൾക്കായി സ്പർശിക്കേണ്ടതില്ലെന്ന് സാരം. ഈ നിയമത്തിലെ മറ്റൊരു ഉപവകുപ്പ് പ്രകാരം 1947 ഓഗസ്റ്റ് 15 മുതൽ ഒരു ആരാധനാലയത്തിൻ്റെ സ്വഭാവം എന്താണോ അതിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പുതിയ ഹർജികൾ പരിഗണിക്കരുതെന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ നിയമത്തിൻ്റെ സെക്ഷൻ 5 പ്രകാരം രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കം ഈ നിയമത്തിന് ബാധകമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി പറയുന്നത് ഈ നിയമം ഭരണഘടനയുടെ മൗലിക മൂല്യത്തെ സംരക്ഷിക്കുന്നതാണ് എന്നാണ്. രാജ്യത്തെ ഓരോ പൗരനെയും പോലെ ഈ നിയമം ഭരണകൂടത്തിനും ബാധകമാണെന്നും ഈ നിയമം വ്യക്തമാക്കുന്നു. മതേതരത്വത്തെ പിന്തുണയ്ക്കുക എന്ന ഭരണഘടനാ ബാധ്യതയ്ക്ക് ഈ നിയമം അനിവാര്യമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ മതവിശ്വാസങ്ങളെയും തുല്യമായി സംരക്ഷിക്കുക എന്ന ഭരണഘടനാ മൂല്യത്തിൻ്റെ അടിസ്ഥാനമാണിത്. ആളുകൾ നിയമം കയ്യിലെടുക്കുക വഴി ചരിത്രപരമായി സംഭവിച്ച തെറ്റുകളെ തിരുത്താനാവില്ല. പകരം അത് ആളുകളെ അടിച്ചമർത്തുന്നതിനും കഷ്ടപ്പെടുത്തുന്നതിനും തുല്യമായിരിക്കും എന്നിങ്ങനെയാണ് ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ നിയമത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരുന്നത്. ഈ വാക്കുകളോടെന്ന പോലെ ഈ നിയമത്തിനോടും അതിൻ്റെ വിശദീകരണത്തിനോടും ഈ ഭരണഘടനാ ബെഞ്ചിനൊരു പ്രതിബദ്ധതയുണ്ട്. അഥവാ ഈ നിയമത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രാമജന്മഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന സർവരും അതിൽ നിന്ന് മാറി നിന്നേ തീരൂ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ജ്ഞാൻവാപ്പി മസ്ജിദിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ഹർജി വന്നപ്പോൾ 1991 നിയമത്തെയും അതിൻ്റെ വിശദാംശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരമൊരു ഹർജി തന്നെ നിലനിൽക്കില്ലെന്നായിരുന്നു ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറയേണ്ടിയിരുന്നത്. എന്നാൽ ആ ഹർജി പരിഗണിക്കുകയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് അവിടെ സർവേക്ക് അനുമതി നൽകുകയും മൂലം ആ മാന്ത്രികപ്പെട്ടി തുറന്നുവിടുകയാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചെയ്തത്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ആ ഹർജി തള്ളുകയായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടത്. മറിച്ച് ചെയ്യാതിരുന്നത് അദ്ദേഹം എന്തൊക്കെയോ ദുരൂഹ കാരണങ്ങളാൽ രാഷ്ട്രീയക്കാരുടെ പിടിയിലകപ്പെട്ടു പോയതിനാലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതാണെന്നെ ഏറ്റവും കുഴക്കുന്നതും. ലോകത്താകമാനം തൻ്റെ വീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്ന മതേതരത്വത്തെ സംബന്ധിച്ചും നിയമവാഴ്ചയെ സംബന്ധിച്ചും ദീർഘപ്രഭാഷണങ്ങൾ നടത്തുന്നയാളാണ് ഈ രാജ്യത്തെ നിയമവാഴ്ചയെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഭാഗവാക്കായിരിക്കുന്നത്.